ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനീസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇന്നത്തെ എൻ്റെ ഒരു ഉച്ചത്തെ ഒരു ലഞ്ച്, അതായത് ഞാൻ ഇന്നൊരു ചെറിയ രീതിയിലുള്ള ഒരു ബിരിയാണി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഇന്ന് ഓണം പ്രമാണിച്ച് ഇളയാൾ 10 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഇന്ന് കൊണ്ടുവിടാൻ പോകണം. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഇന്ന് അവളെ കൊണ്ടുവിടാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ ഒരു ബിരിയാണിയൊക്കെ കൊടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോസ്റ്റലിലെ ഫുഡൊന്നും അവൾക്ക് ഇഷ്ടമല്ല. ഞാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും അവൾക്കത് ഇഷ്ടമാണ്. അത് കാരണം അവൾ പോകാൻ ഇഷ്ടമില്ല. എന്നിട്ട് കൂടി എന്തായാലും പഠിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് എൻട്രൻസിന് നീറ്റിനാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് അവളെ കൊണ്ടുവിടണം വൈകുന്നേരം. അപ്പോൾ അതിന് മുന്നേ ഒരു ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ മുന്നേ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ പുതിയതായിട്ടും ആരെങ്കിലും കാണുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂ ചാനലാണ്. മുമ്പ് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, ജാക്സ് കോർണർ എന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ അത് എല്ലാം പോയി, അത് കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ട് ആ ചാനൽ പോയി. ഇപ്പോൾ പുതിയതായിട്ട് എൻ്റെ പേരിൽ തന്നെ ഞാൻ ഷൈനീസ് വേൾഡ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ഓക്കെ? അപ്പോൾ നമുക്ക് വീഡിയോ മുന്നോട്ട് പോകാം. നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കാം, ഓക്കെ? ഇപ്പോൾ ഓൾറെഡി സവാള ഉള്ളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള ഉള്ളി കട്ട് ചെയ്ത് ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു 2 പീസ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി അല്ലികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ചിക്കൻ ഓൾറെഡി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാനിലോട്ട്, ഞാൻ ഈ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ടാണ് ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്, ഓക്കെ? അപ്പോൾ ഇത് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ആവശ്യമുള്ള നെയ്യ് ഒഴിച്ചിട്ട് പട്ടയും ഗ്രാമ്പ്, പട്ട, ഏലക്ക, ജാതിപത്രി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കണം. നമുക്കത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് വീഡിയോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചൂടായതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് പട്ട, ഗ്രാമ്പ്, ഏലക്ക, പിന്നെ ഒരു ചെറിയ ബേ ലീഫ്, സ്റ്റാറിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ പൂവ്, അത് ഇത്രയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് അല്പം പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഇതൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കണം. സവാള എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അതൊന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്.
ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ അതവിടെ വേകുന്ന സമയം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ സവാള എന്തായാലും നമുക്ക് നോക്കാം. നല്ലോണം വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അപ്പോൾ അത് ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി ഈ സമയം നമുക്ക് ബിരിയാണി തയ്യാറാക്കാനായിട്ടുള്ള അരി നമുക്ക് കുതിർക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു 2 കപ്പ് അരിയാണ്. വളരെ ക്വാണ്ടിറ്റി കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 കപ്പ് അരി ഞാൻ എടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു കപ്പാണ്. അപ്പോൾ ഇതിൽ തന്നെ 2 കപ്പിനാണ് അരി എടുക്കുന്നത്. അപ്പോൾ അരി എടുക്കുന്ന അതേ കപ്പിൽ തന്നെ എത്ര കപ്പാണോ അരി എടുക്കുന്നത് അതായത് ഈ ഒരു കൈമ റൈസിന് ഒരു ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓരോ അരിക്കും ഓരോ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഈ ഒരു അരിക്ക് 1.5 കപ്പ് വെള്ളം മതിയാവും ഒരു ഗ്ലാസ് അരിക്ക്. ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒരു 3 കപ്പ് വെള്ളം ധാരാളമാണ്. അപ്പോൾ ഞാനിപ്പോൾ അരി എടുത്തിട്ടുണ്ട്. ഈ അരി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ അരി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് നമുക്ക് അരിയുടെ അതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് അരിച്ച് വയ്ക്കണം. അരിച്ച് വെള്ളം മാറാൻ വേണ്ടിയിട്ട് അരിപ്പയിലോട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കട്ടെ. ഇനി ഞാൻ അരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള എന്തായാലും നമുക്ക് നോക്കാം. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചെറുതായി ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക. നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഇളക്കി വയ്ക്കാം. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും നമ്മൾ ഫ്ലെയിം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് കരിച്ച് കളയാൻ പാടില്ല. അപ്പോൾ ഇനി നമ്മളിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കന് വേണ്ടി മാത്രമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് കുതിരാൻ വെച്ച അരി എന്തായെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അരി ഇപ്പോൾ വെള്ളം വാർന്നു പോകാനായിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി വെള്ളം ഒട്ടും തന്നെ പാടില്ല. അത് നന്നായി വെള്ളം വാർന്നു പോകാനായിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്.
ഇതിപ്പോൾ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. നമ്മൾ ആവശ്യമുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലോട്ട് ആവശ്യമുള്ള മസാലകൾ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ബിരിയാണി മസാല മാത്രമാണ് ചേർക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയൊക്കെ എല്ലാം ചേർത്തത് കാരണം ബിരിയാണി മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് ഇലകൾ ഇടാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി ഇതിലോട്ട് ഇടുന്നത് ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂൺ, 2 സ്പൂൺ, 3 സ്പൂൺ, വെറും 3 സ്പൂൺ ബിരിയാണി മസാലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം നമുക്ക്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇലകൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പുതിന ഇലയും രംഭ ഇലയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രംഭ ഇല വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കൂടുതലും പുതിന ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വയ്ക്കും. ഈ സമയം നമുക്ക് ബിരിയാണിയിൽ ഒഴിക്കാനുള്ള വെള്ളം തയ്യാറാക്കി എടുക്കണം. ഒരു കപ്പിൽ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൈമ റൈസ് ആയത് കാരണം ഞാനിത് 1.5 കപ്പ് വെച്ചിട്ടാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം നല്ലോണം തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് കെറ്റിലിൽ വെച്ചൊന്ന് പെട്ടെന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പം അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ വെള്ളം വേണ്ടി വരും. അപ്പം നല്ലവണ്ണം തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ. ഡയറക്റ്റായിട്ട് പൈപ്പിൽ നിന്ന് പിടിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കാൻ പാടില്ല. എപ്പോഴും ബിരിയാണി വയ്ക്കുമ്പോൾ അരി നല്ലോണം മിക്സാക്കിയതിന് ശേഷം തിളച്ച വെള്ളം മാത്രം യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി ഒട്ടും തന്നെ ജലാംശമില്ല. നമ്മുടെ അരി കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസി, ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി, ഇതാണ് നമ്മുടെ അരിയുടെ കൺസിസ്റ്റൻസി. വെള്ളം ഒട്ടും തന്നെ പാടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം വളരെ ലോയിലാക്കി വെക്കുക, ലോ ഫ്ലെയിമിൽ വെക്കുക. ഓക്കെ. അപ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ടുള്ള ചിക്കൻ ഉള്ളി ഇട്ട സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അത് ഞാൻ കറക്റ്റായിട്ട് ചോറിനും കൂടെ കണക്കാക്കിയാണ് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലോട്ട് എക്സ്ട്രാ ഉപ്പൊന്നും വേണ്ടി വരില്ല. അഥവാ വേണമെങ്കിൽ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാവുന്നതാണ്. എനിക്ക് വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഉപ്പ് കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഒരു ഐറ്റം കൂടി ഇതിൽ ചേർക്കാനുണ്ട്. മാഗി ക്യൂബ്സാണിത്. അപ്പോൾ ഇത് സാധാരണ ഞാനിവിടെ ചേർക്കാറില്ല. ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ എല്ലാവരും ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചു. ഇതൊന്ന് അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് 2 പീസാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല. നമ്മുടെ
ബിരിയാണി എന്താവും നമുക്ക് നോക്കാം. ഈ ഒരു മെത്തേഡിൽ ചെയ്തിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. കറക്റ്റായിട്ടുള്ള വെള്ളമാണ്. അപ്പം നമുക്ക് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. ജസ്റ്റ് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അടയ്ക്കാം. അപ്പോൾ ഇതിനി ആവുന്നവരെ ഒരു ഇടയ്ക്ക് നോക്കിയാൽ മതി. ജസ്റ്റ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പം നമ്മുടെ റൈസ് വേവും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. ചോറ് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി എന്തായാലും നമുക്ക് നോക്കിയാലോ. കണ്ടിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് കോരി എങ്ങനെ നോക്കാം. ചോറിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കിനി ഒന്ന് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സൂപ്പർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ തന്നെ നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് അങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഓക്കെ, ഐറ്റംസ് കൂടി ചേർക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള നല്ല ബ്രൗൺ കളറായി നല്ല ക്രിസ്പിയായി വരണം. അതുവരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രൗണിഷാക്കി കുറച്ചൊന്ന് മൂത്ത് പോയി. നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഇനി കഴിഞ്ഞ് ഇനി അടുത്തതിലോട്ട് ഓൾറെഡി ഡ്രൈഡ് ആണ് എൻ്റെ കാഷ്യൂനട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്താൽ മതിയാവും. ഇനി ഫൈനൽ നമ്മൾ ചേർക്കുന്നത് കുറച്ച് കിസ്മിസാണ്. അപ്പോൾ അതുകൂടി ഇതിട്ട് ആഡാക്കിയിട്ടുണ്ട്. ഇത് മൂന്നും സെപ്പറേറ്റ് തന്നെ ചെയ്തെടുക്കണം. കാര്യം എന്ന് വെച്ചാൽ കാഷ്യൂനട്ടിൻ്റെ ആ ഒരു ഇതെന്ന് വെച്ചാൽ തിക്കാണല്ലോ. അപ്പോൾ അത് ഹാർഡായത് കാരണം അത് ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഇത് പെട്ടെന്നായി കിട്ടുന്ന സാധനമായതുകൊണ്ട് ഇത് ലാസ്റ്റ് വേണം. അപ്പോൾ ഓരോന്നും സവാള പ്രത്യേകം, കാഷ്യൂനട്ട് സെപ്പറേറ്റ്, അങ്ങനെ മൂന്നും പ്രത്യേകം തന്നെ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും.
അപ്പോൾ ഇവിടെ ഓൾറെഡി എൻ്റെ സവാള ഇച്ചിരി ഒന്ന് മൂപ്പ് കൂടിയിട്ടുണ്ട്. ഞാനന്ന് അങ്ങോട്ട് തിരിഞ്ഞ സമയം കൊണ്ട് അടുത്ത് നിന്നില്ലെങ്കിൽ പോയി. നമ്മുടെ കിസ്മിസ് കുഞ്ഞു കുഞ്ഞു കിസ്മിസാണ്, കുഞ്ഞു ചെറിയ കിസ്മിസാണ്. അപ്പം അതൊന്ന് മൂപ്പിച്ചിട്ടുണ്ട്. ഇനി ഫൈനൽ നമുക്കെല്ലാം കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇവിടുത്തെ കിസ്മിസിൻ്റെയൊക്കെ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിതെല്ലാം നമ്മുടെ ബിരിയാണിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലോ. നെയ്യും എല്ലാം അതോടുകൂടി തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫൈനൽ നിങ്ങൾക്ക് കുറച്ച് പുതിനയും മല്ലിയിലയൊക്കെ അരിഞ്ഞിടാം. ഇപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് സെർവ് ചെയ്യാൻ സമയത്ത് ഓപ്പൺ ചെയ്യുക. നല്ല ടേസ്റ്റി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. വാവ്, നമ്മുടെ ഡെലീഷ്യസ് ബിരിയാണി, ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കഴിച്ച് കാണിക്കാം. ഇങ്ങനെയുണ്ട് എൻ്റെ ബിരിയാണി. ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ച് അത്രയും പറഞ്ഞേക്കാളും നമ്മുടെ പുത്രികൾക്ക് കൊടുത്തിട്ട് അത്രയും പറയും. ഓക്കെ, വാവ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെക്കുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പുതിയ ചാനലാണ് എൻ്റേത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലിന് ആവശ്യം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ.